ബിഗ് ബോസ് സീസൺ 6ന്റെ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കമൻറ്റുകളായിട്ട് ഒത്തിരിയധികം പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ബിഗ് ബോസ് സീസൺ 6ലേക്ക് ആരൊക്കെയാണ് ഓഡിഷൻ കോൾ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരൊക്കെയാണ് ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6ൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ വ്യക്തികളുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരാണ് അമേയ പ്രസാദ്. അമേയ പ്രസാദ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ട്രിവാൻഡ്രം പ്രസിഡന്റ് ഒക്കെയാണ്. അമേയ പ്രസാദിന്റെ പേര് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6ന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം മുതലൊക്കെ ഉള്ളൊരു പേര് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് സീസൺ 6ലേക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരാനായിട്ട് ചാൻസ് ഉള്ളൊരു വ്യക്തിയും അമേയ പ്രസാദ് തന്നെയാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് പത്മാലക്ഷ്മി. പത്മാലക്ഷ്മി നമുക്കറിയാം കേരളത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡർ ആയിട്ട് ആദ്യമായിട്ട് അഡ്വക്കേറ്റ് ആയ ഒരു വ്യക്തിയാണ്. LLB നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് കേരളത്തിൽ എടുത്തൊരു വ്യക്തിയാണ്. അതിൻ്റെ പേരിൽ ഒരുപാടധികം അവാർഡും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തേക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പത്രത്തിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലിലൊക്കെ ആ ഒരു സമയത്ത് അത് നല്ലൊരു വാർത്തയായിട്ടൊക്കെ നിന്നൊരു സംഭവമായിരുന്നു നമ്മുടെ പത്മാലക്ഷ്മിക്ക് LLB കിട്ടിയ ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പത്മാലക്ഷ്മിയെയും പറയാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരാണ് ഹെയ്തി സാദിയ. ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6ന്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ആദ്യം മുതൽക്കേ ഉൾപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു ഹെയ്തി സാദിയയും. ഒരു മോഡൽ കൂടിയാണ് പുള്ളിക്കാരത്തി. പിന്നീട് സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം കോൺട്രവേഴ്സീസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ നല്ല ടോക്കിംഗ് സെൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. പുള്ളിക്കാരത്തിയെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആ ഒരു കാര്യമൊക്കെ അറിയാം. ബിഗ് ബോസ് സീസൺ 6ൽ വരികയാണെങ്കിൽ നല്ല നല്ല കണ്ടന്റുകൾ കിട്ടുന്ന ഒരു ആളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ബിഗ് ബോസിന് പറ്റിയ ഒരു അസറ്റ് ആയിരിക്കും പുള്ളിക്കാരത്തി. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരാണ് ദയാ ഗായത്രി. ദയാ ഗായത്രി ബിഗ് ബോസ് സീസൺ 5ന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉൾപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 6ന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 6ലേക്ക് ഒന്നിലധികം ട്രാൻസ്ജെൻഡറിൽ നിന്ന് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ എടുക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ അടിപൊളി കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ തരാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ദയാ ഗായത്രി. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേരാണ് ഗബ്രിയാൽ ദേവൻ. ഗബ്രിയാൽ ദേവൻ ഒരു ട്രാൻസ് മെൻ ആണ്. പുള്ളിക്കാരൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ ഒരുപാട് പേരെ സങ്കടപ്പെടുത്തുന്ന അത്രയും ഗാഢമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റോറി ഉള്ളൊരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് അറിയാം. പുള്ളിക്കാരൻ്റെ ആ ഒരു ജീവിതം മുന്നോട്ട് പോകുന്ന രീതിയൊക്കെ നമ്മളെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു സ്റ്റോറി പറയുമ്പോൾ തന്നെ ഒത്തിരി സപ്പോർട്ടേഴ്സ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ലൈഫ് സ്റ്റോറി നല്ല സങ്കടപ്പെടുത്തുന്ന ഒരു ലൈഫ് സ്റ്റോറി ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഗബ്രിയാൽ ദേവൻ എന്ന് പറയുന്നത്. ബിഗ് ബോസ് സീസൺ 6ന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ്. ബിഗ് ബോസിലേക്ക് പുള്ളി വരികയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 എന്നല്ല, മലയാളം ബിഗ് ബോസിൽ തന്നെ ആദ്യമായിട്ട് വരുന്ന ട്രാൻസ് മെൻ ആവാനായിട്ടും പുള്ളിക്കാരന് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പേര് തന്നെയാണ് ഗബ്രിയാൽ ദേവൻ്റെതും. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തെ പേരാണ് ശീതൽ ശ്യാം. ശീതൽ ശ്യാം നമുക്കറിയാം ബിഗ് ബോസ് സീസൺ 5ലെ ഫെയിം ആയിട്ടുള്ള നാദിറയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരത്തിയാണ് പുള്ളിക്കാരത്തി. അവരെ കാണാനായിട്ടും ഏകദേശം ഒരുപോലേക്ക് ഇരിക്കുന്ന രൂപസാദൃശ്യമൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. നമ്മുടെ നാദിറയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരത്തി തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നാദിറയും ശീതൽ ശ്യാമൊക്കെ തമ്മിലുള്ള ഒരുപാടധികം ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ റീൽസൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ ശീതൽ ശ്യാമിനെയും നമ്മൾ ബിഗ് ബോസ് സീസൺ 6ൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 6ൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കണ്ടന്റുകളൊക്കെ തരാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ശീതൽ ശ്യാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇത്രയും പേരുടെ പേരുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 6ലേക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും പേരുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6ൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒന്നിലധികം പേരെ ഈ ഒരു സീസണിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ മുന്നേ തന്നെ നമുക്ക് കിട്ടിയതാണ്. ഇതിന് മുന്നുള്ള പ്രീവിയസ് വീഡിയോസിലും നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. സീസൺ 6 മാർച്ച് 10 അതിൻ്റെ ഗ്രാൻഡ് ലോഞ്ച്. അപ്പോൾ സീസണിങ് എത്താറായി. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ അറിയാൻ പറ്റും എത്ര പേര് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടാകും, അല്ലെങ്കിൽ എത്ര പേര് ഓരോരോ പ്ലാറ്റ്ഫോമിൽ നിന്ന് എത്രത്തോളം ആളുകൾ ബിഗ് ബോസ് സീസൺ 6ൽ ഉണ്ടാകും. 18 പേര് തന്നെ ആവാനാണ് ചാൻസ്. പിന്നീട് ഒരു 2, 3, 4 പേര് വൈൽഡ് കാർഡ് എൻട്രികളായിട്ടും ഉണ്ടാവാൻ
ചാൻസ് ഉണ്ട്. ഇപ്പം കോമണേഴ്സിൻ്റെ ഓഡീഷനൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും കോമണേഴ്സിൻ്റെ ഓഡീഷൻ കാര്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. പേഴ്സണലായിട്ടുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റ്സ് പ്രകാരം കോമണേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ പോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രികൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്നൊക്കെ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ അറിയില്ല. എന്തായാലും ബിഗ് ബോസ് സീസൺ തുടങ്ങുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അതിനോട് അടുക്കുമ്പോഴായിരിക്കും, ഇപ്പോൾ മാർച്ച് 10 അടുക്കുമ്പോഴായിരിക്കും അതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. എന്തായാലും ഒന്നിലധികം കോമണേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബിഗ് ബോസ് പരമായിട്ടുള്ള വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്